ബാലിയിലൂടെയുള്ള സഞ്ചാരത്തിൽ മെങ്വി എന്ന നാട്ടുരാജ്യത്തുള്ള തമൻ അയൂൺ ക്ഷേത്ര കോംപ്ലക്സിലേക്ക് എത്തിയിരിക്കുകയാണ് ഞാൻ. പുരാതനമായ ഒരു ക്ഷേത്രം, ട്രഡീഷണൽ ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന, ഇപ്പോഴും അതുപോലെ നിലനിർത്തിപ്പോരുന്ന ക്ഷേത്രം. ഒരു വാട്ടർ ബോഡിയുടെ നടുവിലാണിത്. അതിനകത്തേക്ക് സഞ്ചാരത്തിന്റെ ഒരു സംഘവുമായി ഞാൻ സഞ്ചാരം തുടരുകയാണ്. ഇത് ബാലി കാണാനെത്തിയ സഞ്ചാരത്തിന്റെ രണ്ടാമത്തെ ടീമാണ്. ഇനിയും 2 ടീമുകൾ കൂടി വരും ദിവസങ്ങളിലെത്തും. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. അതെടുത്തു. ഷോർട്ട് പാൻസോ നിക്കറോ ഇട്ടവർ അതിനു മീതെ ഒരു മുണ്ടുടുക്കണം. അത്തരക്കാരെ ഇവിടെ മുണ്ടുടുപ്പിക്കുന്നുണ്ട്. നമ്മുടെ സംഘത്തിലുള്ള ചിലരൊക്കെ മുണ്ടുടുത്തു. ഒരു ഗൈഡാണ് ഞങ്ങളെ അകത്തേക്ക് കൊണ്ടുപോകുന്നത്. ഇവിടെ വലിയൊരു കെട്ടിടമുണ്ട്. വലിയ മണ്ഡപം പോലൊരു നിർമ്മിതി. ട്രഡീഷണൽ ശൈലിയിലാണ് അത് മെനഞ്ഞെടുത്തിരിക്കുന്നത്. പുല്ലുകൊണ്ട് മേഞ്ഞ ഓഡിറ്റോറിയം പോലുണ്ട്. ഇത് ഒരു ഗാലറിയാണ്. പണ്ട് കോഴിപ്പോര് നടന്നിരുന്ന സ്ഥലം. കോഴിപ്പോര് ഇവിടുത്തെ ക്ഷേത്ര ആചാരവുമായി ബന്ധപ്പെട്ടതാണ്. അവിടെ നിന്ന് ക്ഷേത്രത്തിനകത്തേക്ക് നടക്കുമ്പോൾ അതിമനോഹരമാണ് കാഴ്ച. ക്ഷേത്രത്തിന്റെ ക്യാമ്പസ് എത്ര മനോഹരമായിട്ടാണ് ഒരുക്കിയിട്ടിരിക്കുന്നതെന്ന് അത്ഭുതപ്പെട്ടു പോകും. ലോൺ പിടിപ്പിച്ച് പൂച്ചെടികൾ നട്ടുവളർത്തി ഉദ്യാന സമാനമാക്കിയിരിക്കുന്നു. പുല്ലുമേഞ്ഞ മണ്ഡപങ്ങളും കെട്ടിടങ്ങളും. നേരെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ പരമ്പരാഗത ശൈലിയിലുള്ള ഒരു പടിപ്പുര. സ്പ്ലിറ്റ് ഗേറ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 2ആയിട്ട് മുറിച്ചു മാറ്റിയതുപോലുള്ള ഒരു ഗേറ്റ്. കൂപ്പുകൈയുടെ രൂപമാണിതിന്. കയറി ചെല്ലുമ്പോൾ വലിയൊരു മണ്ഡപമുണ്ട്. ഇതൊക്കെ ഓരോ ദേവതകൾക്കുള്ളതാണ്. ആ പടിപ്പുര കടന്നു ചെല്ലുന്നത് 2ാമത്തെ കോർട്ട്യാർഡിലേക്കാണ്. ഈ കോർട്ട്യാർഡിൽ വാദ്യപ്പുരകളും മറ്റു പല കെട്ടിടങ്ങളുമുണ്ട്. 17 ഹെക്ടർ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുകയാണ് തമൻ അയൂൺ ക്ഷേത്ര കോംപ്ലക്സ്. 3 ഭാഗങ്ങളാണ് ഇതിനുള്ളത്. അതിൽ മധ്യമണ്ഡലം എന്നറിയപ്പെടുന്ന 2ാമത്തെ കോർട്ട്യാർഡിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഈ മുന്നിൽ കാണുന്ന ഗേറ്റാണ് ക്ഷേത്രത്തിനകത്തേക്കുള്ള പ്രധാന പടിപ്പുര. ആ ഗേറ്റ് കടന്നാലെത്തുക ഉത്തമ മണ്ഡല എന്ന 3ാമത്തെ കോർട്ട്യാർഡിലേക്കാണ്. ഇന്നർ സാങ്ച്വറി എന്നും അവിടം അറിയപ്പെടുന്നു. ഭക്തർക്ക് മാത്രമേ അവിടേക്ക് പ്രവേശനമുള്ളൂ. സഞ്ചാരത്തിന്റെ ടീമിലെ അംഗങ്ങളാണ് ഇവരൊക്കെ. ഗൈഡ് കഥകൾ വിവരിക്കുന്നുണ്ട്. ആളൊരു രസികൻ ഗൈഡാണ്. ഈ മേഖല ഭരിച്ചിരുന്ന മെങ്വി രാജവംശം 1634 നിർമ്മിച്ചതാണ് ഈ ക്ഷേത്ര കോംപ്ലക്സ്. രാജകുടുംബത്തിന് ആരാധന നടത്താനുള്ള ക്ഷേത്രമായിരുന്നു ഇത്. പണ്ട് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. പെയിന്റിങ്ങുകളുമായിരിക്കുന്ന ധാരാളം കലാകാരന്മാരെ അന്ന് കണ്ടിരുന്നു. 10 കൊല്ലം മുൻപ് ഞാൻ ഇവിടെ വരുമ്പോൾ. പക്ഷേ ഇപ്പോൾ അവരെയൊന്നും കാണുന്നില്ല. അവരെ ഈ ക്ഷേത്രത്തിൽ നിന്നും മാറ്റിയതാണോ എന്നറിയില്ല. ഇന്നർ സാങ്ച്വറിയിലേക്ക് നമ്മളെ കയറ്റിവിടില്ല. മതിൽക്കെട്ടിന് പുറത്തുകൂടി ഇങ്ങനെ നടന്ന് ക്ഷേത്രം വിശദമായിട്ട് കാണാം. അകത്തും കിടങ്ങ് പോലുള്ള വാട്ടർ ബോഡിയുണ്ട്. അതിൽ താമര വിരിഞ്ഞു നിൽക്കുന്നു. ഈ മതിൽക്കെട്ടിനുള്ളിൽ കാണുന്നതെല്ലാം ഓരോരോ കോവിലുകളാണ്. ഒറ്റ നിലയുള്ളത് മുതൽ 11 നിലകളുള്ളതുവരെ ഇതിലുണ്ട്. ആകെ 27 കോവിലുകളാണ് ഇവിടെയുള്ളത്. ശിവൻ, വിഷ്ണു, ബ്രഹ്മാവ് എന്നിവർക്കുള്ളതാണ് പ്രധാന കോവിലുകൾ. അഗ്നിപർവ്വത ദേവതകളായ ബാത്തൂർ, അഗൂങ്, ബാത്തുകൻ എന്നിവർക്ക് വേണ്ടിയും ഷ്രൈനുകളുണ്ട്. മെങ്വി രാജകുടുംബത്തിലെ പൂർവികർക്ക് വേണ്ടിയും ഇവിടെ കോവിലുകൾ പണിതിരിക്കുന്നു. പല നിലകളിലായി പണിതുവച്ചിരിക്കുന്നതിനെ മേരുക്കൾ എന്നാണ് പറയുന്നത്. മേരുക്കൾ എല്ലാം തന്നെ ദൈവങ്ങൾക്കുള്ളതാണ്. ഓരോ ദേവതയുടെയും വിശ്വാസപരമായ പെരുമയനുസരിച്ചാണ് അവരുടെ മേരുക്കളുടെ നിലകൾ തീരുമാനിക്കുന്നത്. 3 നിലയുള്ള മേരുക്കൾ ഉപദേവതകൾക്കുള്ളതാകുന്നു. 11 നിലകളുള്ളവയാകട്ടെ ശിവൻ, വിഷ്ണു, ബ്രഹ്മാവ് തുടങ്ങിയവർക്കുള്ളതാണ്. നമ്മുടെ സംഘത്തിലുള്ളവർ ചുറ്റുമതിലിന് പുറത്തെ കൽവഴികളിലൂടെ കാഴ്ചകൾ കണ്ടങ്ങനെ നടക്കുകയാണ്. മിക്കവരും മൊബൈലിൽ കാഴ്ചകൾ പകർത്തിക്കൊണ്ടാണ് നീങ്ങുന്നത്. കുറേയേറെ ക്യാമറാമാൻമാർ. മേരു എന്നത് ബാലിയിലെ വിശേഷപ്പെട്ട ഒരു കാഴ്ച തന്നെയാണ്. താഴെയുള്ള കൽശില്പങ്ങളും മുകളിലേക്ക് തട്ടുതട്ടായി ഉയർന്നു പോകുന്ന നിലകളും അതിന്റെ പൗരാണികത്വമുള്ള നിറവുമെല്ലാം ആകർഷകം. ഹൈന്ദവ പുരാണത്തിലെ മഹാമേരുവിനെയാണ് ഈ മേരുക്കളും പ്രതീകവൽക്കരിക്കുന്നത്. ഇതിന്റെ നിർമ്മാണം മുതൽ ദേവതകളെ പ്രതിഷ്ഠിക്കുന്നതിനു വരെ പ്രത്യേക ചടങ്ങുകളുണ്ട്.
ഹൈന്ദവ വാസ്തുവിദ്യയിൽ നോർത്ത് ഇന്ത്യയിൽ ഷിക്കാര എന്നും സൗത്ത് ഇന്ത്യയിൽ വിമാന എന്നും പറയുന്ന ഗോപുരത്തിന്റെ സങ്കല്പമാണ് ബാലിയിൽ മേരുക്കൾക്കുമുള്ളത്. ചെറിയ കൽമണ്ഡപങ്ങൾ ഉപദേവതകളെ ആരാധിക്കുന്നതാണ്. പ്രാദേശിക വിശ്വാസമനുസരിച്ചുള്ള ചില മൂർത്തികളെയും അതിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. രാജനഗരത്തിലെ പ്രധാന ക്ഷേത്രമായതിനാൽ അതിന്റെ പ്രൗഢിയോടെയാണ് 17-ാം നൂറ്റാണ്ടിൽ ഇത് പണിതത്. നിത്യപൂജ നടക്കുന്ന ക്ഷേത്രം തന്നെയാണിത്. വർഷത്തിൽ 4 പ്രധാന ഉത്സവങ്ങളും ഇവിടെ നടക്കാറുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ മേരുക്കൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാം. 11 നിലകളുള്ളതും 9 നിലകളുള്ളതും 7 നിലകളുള്ളതും 5 നിലകളുള്ളതുമെല്ലാം ഇതിലുണ്ട്. യുനെസ്കോ ലോക പൈതൃക സ്ഥാന പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ക്ഷേത്രമാണ് തമൻ അയൂൻ. കനാലുകളിൽ താമര വളർന്നു നിൽക്കുന്നു. തഴച്ചു വളരുന്ന താമര. പൂവിനൊക്കെ നല്ല വലിപ്പമാണ്. അതിമനോഹരമായ കാഴ്ച. ബാലിയിലെ ക്ഷേത്രങ്ങൾക്കെല്ലാം ഒരു കലാപൂർണതയുണ്ട്. അതിന്റെ ആർക്കിടെക്ചറൽ ശൈലി, അതിന്റെ പരിസരം വൃത്തിയാക്കിയിരിക്കുന്ന രീതി, അവിടെ ചെടികൾ നട്ടുവളർത്തിയിരിക്കുന്ന രീതി, ഇതൊക്കെ ലോകോത്തര ആർക്കിടെക്റ്റുകൾ ലാൻഡ്സ്കേപ്പ് ചെയ്തതാണെന്നേ നമുക്ക് തോന്നൂ. പണ്ടുമുതലേയുള്ള ഇവരുടെ ഗ്രാമീണ കലാബോധമാണ് ഇതിലൂടെ പ്രകടമാവുന്നത്. അനാവശ്യമായ ബോർഡുകളോ കൊടിതോരണങ്ങളോ അറിയിപ്പുകളോ നോട്ടീസുകളോ ഒന്നുമില്ല. എങ്ങും പെയിന്റ് അടിച്ച് വൃത്തികേടാക്കിയിട്ടില്ല. എല്ലാത്തിനും കലാപൂർണതയുണ്ട്. ഇതാണ് പെർഫെക്ഷൻ. ഇവിടേക്ക് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതും അതുതന്നെയാണ്. കേരളത്തിലേക്ക് ആളുകൾ വരാത്തത് ആ പൂർണ്ണതയില്ലാത്തതുകൊണ്ട് കൂടിയാവാം. ഭൂപ്രകൃതിയും കാലാവസ്ഥയും സമാനമാണെങ്കിലും നമുക്ക് പെർഫെക്ഷൻ ഇല്ലായ്മയുണ്ട്. ഭരിക്കുന്നവർ മുതൽ സാധാരണക്കാർ വരെ അക്കാര്യത്തിൽ പിന്നോക്കമാണ്. അതാണ് പ്രശ്നം. ഒരു മ്യൂസിയമുണ്ട് ഇവിടെ. മാസ്ക് ഡാൻസ് പോലുള്ള പല പരിപാടികൾ തമൻ അയൂൻ ക്ഷേത്രത്തിൽ നടക്കാറുണ്ട്. അതിന്റെ മാസ്കുകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പലതരം രൂപങ്ങൾ. നമ്മുടെ ചില തെയ്യങ്ങൾ ഉപയോഗിക്കുന്ന മാസ്കുകളുമായി സാമ്യമുണ്ട് ചിലതിന്. ഒരു തിയേറ്ററുമുണ്ട് ഇവിടെ. ഇവരുടെ പാരമ്പര്യവും തമൻ അയൂനിലെ ചടങ്ങുകളും വിവരിക്കുന്ന ഒരു ഫിലിം ഷോ തിയേറ്ററിനകത്ത് നടക്കുന്നുണ്ട്. അകത്ത് കുറച്ചു പേരേയുള്ളൂ. അവിടെ നിന്ന് ഇറങ്ങി നടന്നു. വലിയൊരു തടാകത്തിന് നടുക്കാണ് ഈ ക്ഷേത്രം നിൽക്കുന്നത്. നടപ്പാതയുടെ ഓരം മുള നട്ടുപിടിപ്പിച്ച് മനോഹരമാക്കിയിരിക്കുന്നു. തടാകത്തിനപ്പുറം പ്രദേശത്തെ തെരുവുകൾ, അതിനപ്പുറം നഗരം. പുറത്തേക്കുള്ള പാത ഇതാണ്. ഇവിടെ ടോയ്ലറ്റ് കോംപ്ലക്സ്, റെസ്റ്റോറന്റുകൾ, കഫേ ഇതെല്ലാമുണ്ട്. അതൊക്കെ ക്ഷേത്രത്തിന്റെ പരിസരവുമായി ചേരുന്ന മട്ടിലാണ് പണിതുവച്ചിരിക്കുന്നത്. പുല്ലുമേഞ്ഞ് ഭംഗിയായി ഒരുക്കിയിരിക്കുന്നു. ട്രഡീഷണൽ വാതിലുകൾ. അനാവശ്യമായി ബോർഡുകൾ സ്ഥാപിക്കുന്നതാണ് കേരളത്തിൽ ഇത്തരം പ്രദേശങ്ങളുടെയെല്ലാം സൗന്ദര്യം നശിപ്പിക്കുന്നത്. പിന്നെ ഏത് പ്രസ്ഥാനമാണെങ്കിലും അവിടെ കുറെ സംഘടനകളും ട്രേഡ് യൂണിയനുകളും കാണും. അവരും തോന്നുന്നിടത്തൊക്കെ നോട്ടീസ് ഒട്ടിക്കും. അതൊന്നും പാടില്ല എന്ന് ആരും ചിന്തിക്കില്ല. കണ്ടില്ലേ ഇവിടമൊക്കെ എത്ര വൃത്തിയായിട്ടാണ് കിടക്കുന്നതെന്ന്. നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണിത്. ബാലിക്കാർ നമ്മളെക്കാൾ കേമന്മാരൊന്നുമല്ല. പക്ഷേ കുറച്ചുകൂടി അച്ചടക്കമുണ്ട്, വൃത്തിയുണ്ട്, സൗന്ദര്യബോധവുമുണ്ട്. അവിടെ നിന്ന് ബസ്സിൽ കയറി ഞങ്ങൾ യാത്ര തുടരുകയാണ്. പണ്ട് പല നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്ന ദ്വീപാണ് ബാലി. അതിൽ പ്രബലമായ ഒന്നായിരുന്നു മെങ്വി. 17-ാം നൂറ്റാണ്ടിൽ മെങ്വി രാജാവായിരുന്ന ഗുസ്തി അഗൂങ് പുട്ടുവാണ് തമൻ അയൂൻ ക്ഷേത്രം സ്ഥാപിക്കുന്നത്. ഇതാണ് ക്ഷേത്രത്തിന്റെ പടിപ്പുര. അത് കടന്നാൽ ക്ഷേത്ര കോംപ്ലക്സിൽ നിന്ന് പുറത്തേക്കിറങ്ങുകയായി. ഈ തടാകത്തിന്റെ നടുവിലാണ് ക്ഷേത്രവും അനുബന്ധ നിർമ്മിതികളും. തമൻ അയൂൻ ക്ഷേത്രത്തിന് സമീപമുള്ള കൊട്ടാരത്തിലിരുന്നാണ് മെങ്വി രാജാക്കന്മാർ ഈ നാട്ടുരാജ്യം ഭരിച്ചിരുന്നത്. ആദ്യകാലത്ത് ബാലിയിലെ പ്രമുഖമായ രാജ്യമായിരുന്നു ഗൽഗൽ. അവിടെ ഉണ്ടായ ഒരു കൊട്ടാര വിപ്ലവത്തെ തുടർന്നാണ് മെങ്വി ആസ്ഥാനമായി ഒരു രാജ്യമുണ്ടാവുന്നത്. 18-19 നൂറ്റാണ്ടുകളിലൊക്കെ ബാലിയിൽ നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുതയും യുദ്ധവും പതിവായിരുന്നു. മെങ്വി രാജകുടുംബവുമായി ബന്ധുത്വമുള്ള ബാദൂങ് രാജവംശം ഈ പ്രദേശം ആക്രമിച്ചു കീഴടക്കാൻ പലതവണ ശ്രമിച്ചു. എപ്പോഴും പരാജയമായിരുന്നു ഫലം.
1891 ബാദൂങ്ങിലെ രാജാവ് ബാലിയുടെ സമീപമുള്ള സെരംഗൻ ദ്വീപിലെ മുസ്ലിം പടയുടെ സഹായത്തോടെ മെങ്വി ആക്രമിച്ചു കീഴടക്കി. അതോടെയാണ് മെങ്വി രാജവംശം അസ്തമിച്ചത്. വഴിയോരങ്ങളിലെല്ലാം പൂത്തുനിൽക്കുന്ന ചെമ്പകവും ബൊഗൈൻവില്ലയും മറ്റു ചെടികളും. നമ്മുടെ നാട്ടിലുള്ള തരം പച്ചക്കറിക്കടകളും മറ്റു വ്യാപാര സ്ഥാപനങ്ങളും എല്ലാം ഉണ്ടെങ്കിലും ഇവിടെ ഗ്രാമങ്ങൾക്ക് മൊത്തത്തിൽ ഒരു ആനച്ചന്തമുണ്ട്. നല്ല വൃത്തി. തെരുവോരങ്ങളിലെല്ലാം ക്ഷേത്രങ്ങളും അതിന്റെ മതിലിലെ കൊത്തുപണികളും. കുരുത്തോല കൊണ്ടുള്ള അലങ്കാരങ്ങളുള്ള വലിയ മുളങ്കമ്പ് വഴിയോരങ്ങളിൽ കുത്തി നിർത്തിയിരിക്കുന്നത് കാണാം. പെൻജോർ എന്നാണ് അതറിയപ്പെടുന്നത്. വീടിനു മുന്നിലും തെരുവോരങ്ങളിലും പെൻജോർ സ്ഥാപിക്കുന്നത് ഇവിടുത്തെ മതപരമായ ഒരു ആചാരമാണ്. ഇനി ബെദുഗൽ എന്നൊരു പ്രദേശത്തേക്കാണ് പോകുന്നത്. അവിടെ ബറാത്താൻ എന്നൊരു തടാകമുണ്ട്. അതിന്റെ തീരത്തേക്കാണ് യാത്ര. സ്ലൊവേനിയ, മോണ്ടിനീഗ്രോ, സെർബിയ, പനാമ. സഞ്ചാരം വോളിയം നമ്പർ 13. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9955444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഇപ്പോൾ ഞങ്ങൾ താഴ്വാര സമതലത്തിലാണ്. ഇനി ഇവിടെ നിന്നും 1400 മീറ്റർ ഉയരത്തിലേക്ക് പോകും. താഴെ കൊടും ചൂടും വെയിലുമൊക്കെയാണെങ്കിൽ ഞങ്ങൾ പോകുന്നത് നല്ല തണുപ്പുള്ള ഒരു ഭൂപ്രദേശത്തേക്കാണ്. സുഖകരമായ തണുപ്പുള്ള ഒരു സ്ഥലം. നമ്മുടെ സംഘാംഗങ്ങളൊക്കെ വളരെ ആവേശത്തിലാണ്. ബസ്സിനകത്ത് നാടൻ പാട്ടും കലാപരിപാടികളുമൊക്കെ ആരംഭിച്ചിരിക്കുന്നു. ആദ്യം പരസ്പരം കണ്ടപ്പോഴുള്ള അപരിചിതത്വമൊക്കെ മാറി. എല്ലാവരും പരിചയക്കാരായിരിക്കുന്നു. പിന്നെ തമാശകളായി, വെടിവട്ടമായി, പാട്ടായി. രസികന്മാർ പല പല പരിപാടികളിലേക്ക് കടന്നിരിക്കുന്നു. ഇതിനിടെ പതിയെ മലകയറ്റം തുടങ്ങുകയാണ്. ഇപ്പോഴും ഗ്രാമങ്ങൾ പിന്നിട്ടാണ് പോകുന്നത്. രസകരമായ ഗ്രാമക്കാഴ്ചകൾ. ബറാത്താനിൽ ഉലന്താനു ബറാത്താൻ എന്നൊരു ക്ഷേത്രമുണ്ട്. പോകുന്ന വഴിക്ക് നാട്ടുകാർക്ക് വേണ്ടിയുള്ള പച്ചക്കറി കടകളെല്ലാം കാണാം. ഇവിടെയുമുണ്ട് പാതയിലേക്ക് വളഞ്ഞു നിൽക്കുന്ന പെൻജോറുകൾ. കുടുംബങ്ങൾക്കും ദേശത്തിനും അനുഗ്രഹം ലഭിക്കാനായാണ് അത് സ്ഥാപിക്കുന്നത്. ഇവിടെയൊക്കെ അമ്പലങ്ങളിൽ ഉത്സവം നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായും പെൻജോറുകൾ സ്ഥാപിച്ചിരിക്കുന്നു. ബൈക്കേഴ്സിന്റെ വലിയ ടീമുകൾ. ബാലിയിലേക്ക് നാനാതരത്തിലുള്ള ടൂറിസ്റ്റുകൾ എത്തുന്നുണ്ട്. ഞങ്ങളെപ്പോലുള്ള വലിയ സംഘങ്ങൾ ഗ്രൂപ്പ് ടൂറിന് വരുന്നുണ്ട്. സാഹസിക യാത്രികരും ബാലിയിലേക്ക് വരുന്നുണ്ട്. ഇവിടുത്തെ അഗ്നിപർവ്വതങ്ങളുടെ മുകളിലേക്ക് നടന്നു കയറുന്നതൊക്കെയാണ് അവരുടെ ആക്ടിവിറ്റി. കടലിൽ സർഫിങ്ങിന് വരുന്നവരാണ് മറ്റൊരു കൂട്ടർ. മലകയറ്റം താല്പര്യമുള്ളവരുമുണ്ട്. ബൈക്ക് റൈഡേഴ്സ് ഉണ്ട്. പിന്നെ ഉൾഗ്രാമങ്ങളിൽ ദിവസങ്ങളോളം ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരും. അവർ ആഴ്ചകളും മാസങ്ങളും ബാലിയിൽ താമസിക്കുന്ന ബാക്ക് പാക്കേഴ്സ് ആണ്. ചെറിയ വാടകയുള്ള ലോഡ്ജുകളിലോ ഹോം സ്റ്റേകളിലോ ഒക്കെ താമസിക്കുന്നവർ. അങ്ങനെ പലതരത്തിലുള്ള ടൂറിസ്റ്റുകൾ. ഓസ്ട്രേലിയയിൽ നിന്നാണ് ബാലിയിലേക്ക് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്നത്. രണ്ടാം സ്ഥാനത്ത് ചൈനയാണ്. തൊട്ടു പിന്നിൽ തന്നെ ഇന്ത്യയുമുണ്ട്. മുകളിലേക്ക് എത്തുംതോറും തണുപ്പ് കൂടി വരുന്നു. വണ്ടി എയർ കണ്ടീഷൻഡ് ആയതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് ആ തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല. മലമുകളിലെ ചന്തകൾ, ഗ്രാമങ്ങൾ ഒക്കെ കണ്ടു തുടങ്ങി. ഇനി ബെദുഗൽ എന്നൊരു പ്രദേശത്തേക്കാണ് പോകുന്നത്. മനോഹരമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ബെദുഗൽ. സഞ്ചാരത്തിന്റെ രണ്ടാമത്തെ സംഘത്തിനുള്ള ബാലി ടൂർ മുതലാണ് പോകുന്ന സ്ഥലങ്ങളുടെ ലിസ്റ്റിൽ ബെദുഗൽ കൂടി ഉൾപ്പെടുത്തിയത്. ന്യൂസ പെനിഡ ദ്വീപിലേക്കുള്ള യാത്ര അല്പം ടഫും അവിടെ ചൂട് കൂടുതലുമായതുകൊണ്ട് അതിനു പകരം ബെദുഗൽ തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇത് വളരെ കൺവീനിയന്റ് ആണ്. ഇതാണ് ബറാത്താൻ തടാകം. ബാലിയിലെ മൂന്നാമത്തെ വലിയ തടാകമാണിത്. വമ്പനൊരു തടാകം. ഒരു പാർക്കിങ്ങിലേക്ക് വണ്ടിയെത്തി. ഗൈഡ് ഇവിടുത്തെ ക്ഷേത്രത്തിന്റെ കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞു തന്നു. 1 മണിക്കൂർ സമയമാണ് കാഴ്ചകളിലേക്ക് പോകാൻ അനുവദിച്ചിരിക്കുന്നത്. 1 മണിക്കൂർ കഴിഞ്ഞ് എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഭക്ഷണം കഴിക്കുമെന്ന അറിയിപ്പും കൊടുത്തു. ഇവിടെ തടാക തീരത്ത് ഒരു ക്ഷേത്ര കോംപ്ലക്സ് ഉണ്ട്. ഉലുന്താനു ബറാത്താൻ എന്നാണ് ക്ഷേത്രത്തിന്റെ പേര്.
അവിടെ കയറാൻ ടിക്കറ്റ് എടുക്കണം. അതൊക്കെ ഗൈഡ് പോയി എടുത്തുകൊള്ളും. ഞങ്ങൾ സംഘത്തിലുള്ളവരെല്ലാം അവിടെ കാത്തുനിന്നു. ബാലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ശിവക്ഷേത്രമാണ് ഉലുന്താനു ബറാത്താൻ. 17-ാം നൂറ്റാണ്ടിൽ പണിത ക്ഷേത്രമാണത്. ഗൈഡ് ടിക്കറ്റ് എടുത്തു വന്നു. ഞങ്ങൾ ഇനി അകത്തേക്ക് നടക്കുകയാണ്. ഇവിടെ ഗേറ്റിലൊക്കെ ഇലക്ട്രോണിക് സംവിധാനങ്ങളാണുള്ളത്. QR കോഡ് സ്കാൻ ചെയ്ത് ഓരോരുത്തർക്ക് അകത്ത് പ്രവേശിക്കാം. ബാലിയിലെ ഓരോ ഡെസ്റ്റിനേഷനും വളരെ പെർഫെക്റ്റായി ഡെവലപ്പ് ചെയ്തു കഴിഞ്ഞു. ഞങ്ങളുടെ സംഘത്തിൽ പല നാടുകളിൽ ജീവിക്കുന്ന മലയാളികളുണ്ട്. ഗൾഫ് നാടുകളിൽ നിന്നുള്ളവരുണ്ട്. അമേരിക്കയിൽ നിന്നുണ്ട്. കേരളത്തിൽ വസിക്കുന്നവരും. കയറി ചെല്ലുമ്പോൾ മറ്റൊരു അത്ഭുത ലോകത്തേക്കാണ് എത്തുന്നത്. അതിമനോഹരമായ ഒരു ഉദ്യാനം, നല്ല തണുപ്പ്, ഗംഭീരമായ ഒരു ആംബിയൻസ്, തടാകം, തടാകത്തിനപ്പുറം മലനിരകൾ, മലനിരകളുടെ പശ്ചാത്തലത്തിൽ അതിഗംഭീരമായൊരു പ്രദേശം. ബാലിയിൽ പലതവണ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് ഞാൻ ഇവിടെ വരുന്നത്. ഈ ദ്വീപിൽ ഇത്രയും തണുപ്പുള്ളൊരു പ്രദേശമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇതൊരു അത്ഭുത പ്രദേശം തന്നെയാണ്. ബാലിയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്നായിരിക്കണം ഇവിടമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഹിൽ സ്റ്റേഷൻ, ഉദ്യാനവും ലോണുമൊക്കെ അതിമനോഹരമായി സംരക്ഷിച്ചിരിക്കുന്നു. എന്നും ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതാണ് ഏറ്റവും പ്രധാന കാര്യം. ഇതൊരു വലിയ ഫോട്ടോ സ്പോട്ടാണ്. ഇവിടെ എത്തിയതോടെ എല്ലാവർക്കും ആവേശമായി. മറ്റൊരു ആംബിയൻസ് ആണല്ലോ ഇവിടെ. താഴെ ഉഷ്ണമായിരുന്നെങ്കിൽ ഇവിടെ സുഖകരമായ കാലാവസ്ഥയാണ്. ബാലിക്കാരുടെ വിശ്വാസമനുസരിച്ച് പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥയുടെ പ്രതീകമാണ് ഉലന്താനു ബറാത്താൻ ക്ഷേത്രം. ബാലിയിലെ തന്നെ പ്രമുഖമായൊരു തീർത്ഥാടന കേന്ദ്രവുമാണ് ഇവിടം. തടാകങ്ങളുടെയും നദികളുടെയും ദേവതയായ ദേവി ബദാരി ഉലന്താനുവിനു വേണ്ടി ഇവിടെ പ്രത്യേകമായൊരു കോവിലുണ്ട്. ബാലിക്കാരെ വെള്ളപ്പൊക്കത്തിൽ നിന്നും വരൾച്ചയിൽ നിന്നും രക്ഷിക്കുന്നത് ബദാരി ദേവിയാണെന്നാണ് ഇന്നാട്ടുകാരുടെ വിശ്വാസം. ഉലുന്താനു എന്ന വാക്കിനർത്ഥം തടാകത്തിന് മീതെ എന്നതാണ്. തടാകദേവതയായ ബദാരി സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും ദേവത കൂടിയാണ്. ഇന്ത്യയിലെ ഹിന്ദുക്കൾ മഹാലക്ഷ്മിക്ക് നൽകുന്ന സ്ഥാനമാണ് ബാലിനീസ് ഹിന്ദുക്കൾ ബദാരി ദേവിക്ക് നൽകുന്നത്. അതേസമയം ബാലിക്കാരുടെ ഏറ്റവും പ്രധാന ദേവനായ സാങ്ഹ്യാങ് വിധിവാസയും ഇവിടെ ആരാധിക്കപ്പെടുന്നുണ്ട്. ഇതാണ് ക്ഷേത്ര കോംപ്ലക്സ്. പല മണ്ഡപങ്ങളും മറ്റു നിർമ്മിതികളും ഇവിടെയുണ്ട്. വാദ്യപ്പുരകൾ, കലാപരിപാടികൾ നടക്കുന്ന സ്ഥലങ്ങൾ, അങ്ങനെ പലതും. ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ ഉൾപ്പെടുന്ന ഭാഗത്തേക്ക് കയറുന്ന പ്രധാന ഗേറ്റാണ് നേരെ അങ്ങകലെ കാണുന്നത്. അതിനകത്തേക്ക് ടൂറിസ്റ്റുകൾക്കും സാധാരണ സന്ദർശകർക്കും പ്രവേശനമില്ല. പൂജാ സമയങ്ങളിൽ ഭക്തർക്കും പൂജയർപ്പിക്കുന്നവർക്കും മാത്രം അതിനകത്ത് കയറാം. ഇവിടെ ഇങ്ങനെ പല മണ്ഡപങ്ങളുണ്ട്. മണ്ഡപങ്ങളൊക്കെ മേഞ്ഞിരിക്കുന്നത് പനയോല കൊണ്ടാണ്. പനയുടെ ഓല നാരുകളായി കീറി ഏതാണ്ട് 1 മീറ്റർ കനത്തിൽ അടുക്കിയിരിക്കുന്നു. അത് ഏകദേശം 100 വർഷം വരെ നിലനിൽക്കും. ആ നാരുകൊണ്ടാണ് എല്ലാത്തിൻ്റെയും മേൽക്കൂര മേഞ്ഞിരിക്കുന്നത്. കറുത്ത നിറമുള്ള മേൽക്കൂര മുഴുവൻ അങ്ങനെയുള്ളത് തന്നെ. ഓടിട്ട കെട്ടിടങ്ങൾ പിന്നീടുണ്ടായിട്ടുണ്ടെങ്കിലും നൂറ്റാണ്ടുകളായി ക്ഷേത്രങ്ങൾ മേയുന്നത് പനയോല കൊണ്ടാണ്. ഇതാണ് തടാകതീരത്തെ ബാലിയുടെ തന്നെ ഒരു ഐക്കൺ എന്ന് പറയാവുന്ന ക്ഷേത്ര കോംപ്ലക്സ്. പല മേരുക്കൾ ഉയർന്നു നിൽക്കുന്ന അതിഗംഭീരമായൊരു സ്ഥലം. വിശാലമായ തടാകം. അതിൽ ബോട്ടിംഗ് നടക്കുന്നുണ്ട്. അതിനപ്പുറം മഞ്ഞുമൂടിയ മലനിരകൾ. ബാലിയിൽ ഇനിയും മുകളിലേക്ക് പോകാവുന്ന സ്ഥലങ്ങളുണ്ടെന്ന് ആ മലനിരകൾ വ്യക്തമാക്കുന്നു. ഇളം കാറ്റ്, സുന്ദരമായ കാലാവസ്ഥ, മനോഹരമായ പ്രകൃതി, ഗംഭീരമായ ക്ഷേത്ര കാഴ്ചകൾ. ഇത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോട്ടോ സ്പോട്ടാണ്. ഞങ്ങളെല്ലാവരും അവിടെ നിരന്ന് ഏതാനും ഫോട്ടോയൊക്കെ എടുത്തു. ബാലിയിലെ ഏറ്റവും ഗംഭീരവും ഏറ്റവും സുഖപ്രദവുമായ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഇവിടമാണെന്ന് ഞാൻ പറയും. ഈ മണ്ഡപമൊക്കെ ഓലമേഞ്ഞതാണെങ്കിലും അതിനൊക്കെ ഒരു ആഢ്യത്വമുണ്ട്. ഓലമേയുന്നത് ഇത്ര മനോഹരമാണെന്ന് മനസ്സിലാവുക ഇത് കാണുമ്പോഴാണ്. ഇതൊക്കെ പൊളിച്ചു കളഞ്ഞിട്ട് കോൺക്രീറ്റ് ആക്കിയിരുന്നെങ്കിൽ എന്തു വൈരുദ്ധ്യമായി പോയിരുന്നേനെ എന്ന് ചിന്തിക്കുക. ഇതാണ് ക്ഷേത്രത്തിന്റെ പ്രധാന ഭാഗം. ഇതിനകത്തേക്ക് ടൂറിസ്റ്റുകൾക്ക് പ്രവേശനമില്ല. പക്ഷേ പുറത്തുനിന്ന് ഇതെല്ലാം കാണുകയും ചെയ്യാം.
1926 ഉലുന്താനു ബറാത്താൻ ക്ഷേത്രം ഒന്ന് പുതുക്കി പണിതിരുന്നു. അന്നാണ് ഇവിടുത്തെ ഉദ്യാനം വിശാലമാക്കിയത്. ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേരുക്കൾ ഇവിടെയാണ്. ഗംഭീര കലാരൂപം തന്നെയാണ് ഓരോ ക്ഷേത്രവും. അതിന്റെ നിറങ്ങളും മേരുക്കളുമൊക്കെ ആകർഷകമായ കാഴ്ചയാവുന്നു. ഇതൊക്കെ ആദ്യകാലത്ത് ഡിസൈൻ ചെയ്ത കലാകാരന്മാർ ആരാണെന്നോർത്ത് അത്ഭുതപ്പെട്ടു പോകും. ഇവിടെ നിൽക്കുന്ന കാനവാഴയുടെ പൂക്കൾക്കെല്ലാം ഒരു പ്രത്യേക നിറമാണ്, കടും നിറം. അതിന്റെ കാരണം ഇവിടുത്തെ തണുപ്പാണ്. ഇവിടെ ഇങ്ങനെ തണുപ്പേറ്റു നിൽക്കുമ്പോൾ സ്വിറ്റ്സർലൻഡിൽ ചെന്നിറങ്ങിയതുപോലെയാണ് തോന്നുക. സമ്മറിൽ സ്വിറ്റ്സർലൻഡിൽ ഉണ്ടാകുന്നതിനേക്കാൾ തണുപ്പ് ഇപ്പോൾ ഇവിടെയുണ്ട്. തടാകതീരത്ത് വലിയൊരു ഉദ്യാനമാണ്. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തെയും തടാകത്തെയും പശ്ചാത്തലമാക്കി ഫോട്ടോ എടുക്കാനുള്ള ധാരാളം സ്പോട്ടുകൾ ഇവിടെയുണ്ട്. ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ടുകളും ഉദ്യാനവും എക്സ്പ്ലോർ ചെയ്ത് ഞങ്ങൾ ഉലുന്താനു ബറാത്താനിലൂടെ നടത്തം തുടർന്നു.